സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FMലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2025 ജനുവരി 19, കൊല്ലവർഷം 1200, മകരം 6, ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സ്പേഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങളുടെ സംയോജനം വിജയം. ഇന്ത്യ സിംഗപ്പൂർ ഊർജ ഇടനാഴി പരിഗണനയിൽ. BSc നഴ്സിംഗ് പ്രവേശന പരീക്ഷ വേണമെന്ന് കൗൺസിൽ. സപ്തദിന സഹവാസ ക്യാമ്പിനും റോട്ടറി പ്രമേഹ നിയന്ത്രിത ഗ്രാമം പദ്ധതിക്കും തുടക്കമായി. സൗജന്യ ഉദരരോഗ നിർണയ മെഡിക്കൽ ക്യാമ്പ് ജനുവരി 25 വരെ. സൂര്യകാന്തി പൂകൃഷിയിൽ 100 മേനി വിരിയിച്ച് പാറശാല ബ്ലോക്ക് പഞ്ചായത്ത്. വാർത്തകൾ വിശദമായി. സ്പേഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങളുടെ സംയോജനം വിജയം. ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന 4ാമത്തെ രാജ്യം. നേട്ടം 4ാം ശ്രമത്തിൽ. സ്വന്തം ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യപടി. ഇന്ത്യൻ ബഹിരാകാശ പരിവേഷണ ചരിത്രത്തിലെ നാഴികക്കല്ലായി സ്പേഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങളുടെ ആലിംഗനം ISRO വിജയകരമായി പൂർത്തിയാക്കി. PSLV-C60 റോക്കറ്റ് ഉപയോഗിച്ച് ഡിസംബർ 30 ഭൂമിയിൽ നിന്ന് 475 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലെത്തിച്ച 2 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് കൂട്ടിച്ചേർത്തതോടെയാണിത്. 220 കിലോഗ്രാം ഭാരമുള്ള ചേസർ ഉപഗ്രഹത്തെ അതേ ഭാരമുള്ള ടാർഗറ്റ് ഉപഗ്രഹവുമായി സംയോജിപ്പിക്കുകയായിരുന്നു. സ്വന്തം ബഹിരാകാശ നിലയമെന്ന ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ലക്ഷ്യം കൈവരിക്കാൻ ഈ സാങ്കേതിക വിദ്യ സഹായിക്കും. സ്പേസ് ഡോക്കിംഗ് എന്ന് വിളിക്കുന്ന ഈ കൂടിച്ചേരലിനെ ലളിതമായി വിവരിക്കാനാണ് AI സഹായത്തോടെ ഈ ഉപഗ്രഹങ്ങൾക്ക് റോബോട്ടിന്റെ രൂപം നൽകിയിരിക്കുന്നത്. റോബോട്ടുകളുടെ തലഭാഗം മാത്രമാണ് യഥാർത്ഥ ഉപഗ്രഹങ്ങൾ. ഇന്ത്യ സിംഗപ്പൂർ ഊർജം ഇടനാഴി പരിഗണനയിൽ. ഇന്ത്യക്ക് സിംഗപ്പൂരിനുമിടയിൽ പുനരുപയോഗ ഊർജ ഇടനാഴി ആരംഭിക്കുന്നത് പരിഗണനയിലുണ്ടെന്ന് സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം പറഞ്ഞു. ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയും സിംഗപ്പൂരും തമ്മിൽ ഡേറ്റ കോറിഡോർ സജ്ജമാക്കുന്നതും ആലോചനയിലുണ്ടെന്ന് വെളിപ്പെടുത്തിയ അദ്ദേഹം സുസ്ഥിരതയാണ് ഇരു രാജ്യങ്ങളുടെയും മുൻഗണനയെന്നും പറഞ്ഞു. വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ് പദ്ധതിയിൽ സിംഗപ്പൂർ ഭാഗമായേക്കാമെന്നാണ് സൂചന. BSc നഴ്സിംഗ് പ്രവേശന പരീക്ഷ വേണമെന്ന് കൗൺസിൽ. സംസ്ഥാനത്ത് BSc നഴ്സിംഗ് കോഴ്സിന് പ്രവേശന പരീക്ഷ നടത്തണമെന്ന് ഇത്തവണയും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആവശ്യപ്പെട്ടു. ജൂൺ 15 പ്രവേശന പരീക്ഷ നടത്തണമെന്നാണ് നിർദ്ദേശം. ഓഗസ്റ്റ് 1 ക്ലാസ് ആരംഭിക്കുകയും സെപ്റ്റംബർ 30 പ്രവേശന നടപടികൾ പൂർത്തിയാക്കുകയും വേണം. എന്നാൽ പ്രവേശന പരീക്ഷയില്ലാതെ നിലവിലുള്ളതുപോലെ മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. പ്രവേശന പരീക്ഷ നടത്തിയാൽ സാധാരണക്കാരുടെ മക്കൾക്ക് പ്രവേശനം ബുദ്ധിമുട്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട്. ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് +2 ഉയർന്ന മാർക്ക് ലഭിക്കുമെങ്കിലും അവർക്ക് പ്രവേശന പരീക്ഷാ പരിശീലനത്തിൽ പങ്കെടുക്കാൻ സാഹചര്യം ലഭിക്കണമെന്നില്ല. അപ്പോൾ പരിശീലനം നേടുന്നവർക്ക് മാത്രം കോഴ്സിന് പ്രവേശനം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാകും. ഇത് മറികടക്കാനാണ് മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തുന്നതെന്ന് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. സപ്തദിന സഹവാസ ക്യാമ്പിനും റോട്ടറി പ്രമേഹ നിയന്ത്രിത ഗ്രാമം പദ്ധതിക്കും തുടക്കമായി. 2025 ജനുവരി 18 മുതൽ 24 വരെ പൂവാറിലെ 9ാം വാർഡിൽ വിവിധ പരിപാടികളോടെ നടത്തപ്പെടുന്ന സപ്തദിന സഹവാസ ക്യാമ്പും റോട്ടറി പ്രമേഹ നിയന്ത്രിത ഗ്രാമം പദ്ധതി സർവേയും ലൈസർ ഓഫീസർ ശ്രീ ഐര ശശി ഉദ്ഘാടനം ചെയ്തു. പൂവാർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ J. ലോറൻസ് അധ്യക്ഷനായ ചടങ്ങിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ CV കവിത, COO ശ്രീ സജു സാം കുരുവിള എന്നിവർ പങ്കെടുത്തു. സൗജന്യ ഉദരരോഗ നിർണയ ക്യാമ്പ് ജനുവരി 25 വരെ. സരസ്വതി ആശുപത്രിയുടെ സൗജന്യ ഉദരരോഗ നിർണയ മെഡിക്കൽ ക്യാമ്പ്. എൻഡോസ്കോപ്പിക്ക് 50% ഓഫർ. ഉദരരോഗ ലക്ഷണങ്ങൾ: അസിഡിറ്റി, വയറുവേദന, മഞ്ഞപ്പിത്തം, ഛർദിൽ, വിശപ്പില്ലായ്മ, പുളിച്ചു തികട്ടൽ, മലത്തിൽ കൂടെ രക്തം പോവുക, രക്തം ഛർദിക്കുക, പിത്താശയ കല്ലുകൾ, മലബന്ധം തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അവഗണിക്കരുത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7593989860 7593989860 or 9495472598 9495472598. സൂര്യകാന്തി പൂകൃഷിയിൽ 100 മേനി വിരിയിച്ച് പാറശാല ബ്ലോക്ക് പഞ്ചായത്ത്. തമിഴ്നാട്ടിൽ ധാരാളമായി കണ്ടുവരാറുള്ള സൂര്യകാന്തി പൂകൃഷിയിൽ 100 മേനി വിരിയിച്ച് പാറശാല ബ്ലോക്ക് പഞ്ചായത്ത്. കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് ഊരൻവിള കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 2.5 ഏക്കറോളം വരുന്ന തരിശു ഭൂമിയിലാണ് സൂര്യകാന്തി പാടം വർണ്ണവസന്തം വിരിയിച്ചു നിൽക്കുന്നത്. പാറശാല KSRTC ഡിപ്പോയിലെ കണ്ടക്ടർ സിഞ്ചുവിന്റെയും വിമുക്ത ഭടനായ വിനോദിന്റെയും നേതൃത്വത്തിലുള്ള 7 പേരടങ്ങുന്ന സംഘത്തിന്റെ പകൽ അന്ത്യോളമുള്ള അധ്വാനത്തിന്റെ ഫലവും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ഉപദേശവും സഹകരണവും കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം ജില്ലയിൽ ഒരു സൂര്യകാന്തി പാടം ഒരുക്കാനായത്. കൗതുക വാർത്തകൾ.
കരം പിടിക്കാൻ പ്ലൂട്ടോ. കൈകളുടെ സ്വാധീനം നഷ്ടപ്പെട്ടവരെ പിടിച്ചു നടത്താൻ പ്ലൂട്ടോ വരുന്നു. IIT മദ്രാസ്, വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ ഗവേഷകർ വികസിപ്പിച്ച് പോർട്ടബിൾ റോബോട്ടാണ് പ്ലൂട്ടോ, പ്ലഗ് ആൻഡ് ട്രെയിൻ റോബോട്ട്. ഇന്ത്യയിൽ വീടുകളിൽ പരീക്ഷിച്ച് വിജയിച്ച ആദ്യ റോബോട്ടായ പ്ലൂട്ടോ 4 വർഷത്തിനിടെ 1000-ലധികം രോഗികൾക്കാണ് പുതുജീവിതം നൽകിയത്. പക്ഷാഘാതം, ഹൃദയാഘാതം, സുഷുമ്നാ നാഡിപ്പരുക്ക്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, പാർക്കിൻസൺ ഉൾപ്പെടെ വിവിധ കാരണങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് കൈകളിൽ ധരിക്കാം. കായികം. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ്. പ്രതീക്ഷയായി ജോഷിത. 15-അംഗ ഇന്ത്യൻ ടീമിൽ കേരളത്തിന്റെ പ്രതീക്ഷയായി വയനാട്ടുകാരി VJ ജോഷിതയുമുണ്ട്. അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റിലെ മികച്ച പ്രകടനമാണ് ഓൾറൗണ്ടറായ ജോഷിതയെ ലോകകപ്പ് ടീമിലെത്തിച്ചത്. കഴിഞ്ഞ വനിതാ പ്രീമിയർ ലീഗ് ലേലത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ജോഷിതയെ 10 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയിരുന്നു. കൽപ്പറ്റ ഗ്രാമത്തുവയൽ ജോഷിയുടെയും ശ്രീജയുടെയും മകളായ ജോഷിത ബത്തേരി സെന്റ് മേരീസ് കോളേജിലെ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. അണ്ടർ 19 കേരള ടീം ക്യാപ്റ്റനായിരുന്ന താരം സീനിയർ ടീമിലും കളിച്ചിട്ടുണ്ട്. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയകുമാർ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നാം സംസാരിക്കുന്നത് പ്രമേഹത്തിന്റെ മുമ്പേ പറക്കുന്ന പക്ഷികൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതായത് ഡയബറ്റിസ് എന്ന അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു വ്യക്തിയിൽ വരുന്ന, നമുക്ക് എന്നാൽ തടയാൻ കഴിയുന്ന പ്രീ ഡയബറ്റിസ് കണ്ടീഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു പ്രമേഹ രോഗിയുടെ പഞ്ചസാരയുടെ അളവ് നിശ്ചിത അളവിൽ കൂടുതലാണല്ലോ. ആ പ്രമേഹ രോഗം നിർണ്ണയിക്കപ്പെടുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ പ്രധാനമായും 2 അളവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. FBS 126 അതിന് മുകളിൽ, PPBS 200 അല്ലെങ്കിൽ അതിന് മുകളിൽ. എന്നാൽ നോർമലായ FBS 70-90. അപ്പം 91 മുതൽ 126 വരെ വരുന്നത് ഇനി ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ഒരാളിന് നോർമലായി പറയുന്നത് അതായത് 2 മണിക്കൂർ കഴിയുമ്പോൾ 140 വരെയാണ്. അപ്പോൾ 140 മുതൽ 190 വരെ അല്ലെങ്കിൽ 199 വരെ അല്ലെങ്കിൽ 180 വരെ ഉള്ളത് ഡയബറ്റിസിന് തൊട്ട് മുമ്പത്തെ അവസ്ഥയല്ലേ. അപ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമലിനേക്കാൾ കൂടിയിരിക്കുക, എന്നാൽ ഡയബറ്റിസ് എന്ന 126 സംഖ്യയുടെ തൊട്ട് താഴെ നിൽക്കുക. അതിനെ ഫാസ്റ്റിംഗ് ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തത്, ആഹാരം കഴിച്ചതിന് ശേഷം 140 മുകളിൽ വരുന്നു, എന്നാൽ 200 താഴെ നിൽക്കുന്നു. അതിനെ IGT അഥവാ ഇംപയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറയുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, ഗർഭിണികളിൽ വരുന്ന പ്രമേഹമാണ്. GDM അഥവാ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന ഈ അവസ്ഥയിൽ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കൃത്യമായി പ്രമേഹത്തിൻ്റെ തോതിലുള്ള രക്തത്തിലെ ഗ്ലൂക്കോസ് വർദ്ധിക്കുകയും ചിലപ്പോൾ ഇൻസുലിൻ വരെ എടുക്കേണ്ടിയും വരുന്നു. എന്നാൽ പ്രസവം കഴിയുന്നതോടുകൂടി അത് പൂർണ്ണമായും നോർമലാകുന്നു. പക്ഷേ ഇവരുടെ ശേഷിച്ച ജീവിതത്തിൽ ഭൂരിഭാഗം പേർക്കും ടൈപ്പ് 2 ഡയബറ്റിസ് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനെയും നമുക്ക് പ്രീ ഡയബറ്റിസ് എന്ന് പറയാം. ചുരുക്കത്തിൽ 3 കാര്യങ്ങൾ: 1 ഫാസ്റ്റിംഗ് ഹൈപ്പർഗ്ലൈസീമിയ, 2 IGT അഥവാ ഇംപയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്, 3 GDM അഥവാ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്. ഇനി ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഈ അവസ്ഥയിൽ നമ്മൾ രോഗിയെ ഇടപെട്ട് കൃത്യമായ വഴിക്ക് നടക്കുകയാണെങ്കിൽ ഒരു നല്ല ശതമാനം രോഗികൾക്ക് പ്രമേഹത്തിലോട്ട് പോകാതെ തടഞ്ഞു നിർത്തുവാൻ കഴിയും. അതായത് ശരിയായ ആഹാര രീതി, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക, മറ്റു വല്ല കാരണങ്ങളുമുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക. അങ്ങനെ ചെയ്താൽ തീർച്ചയായും ഡയബറ്റിസ് വരുന്നത് നമുക്ക് തടഞ്ഞു നിർത്തുവാൻ
കഴിയും. ടൈപ്പ് 2 ഡയബറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നതെല്ലാം. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നതിന് മുമ്പ് ചില പ്രത്യേക ലക്ഷണങ്ങൾ രോഗികളിൽ കണ്ടുവരാം. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന അവസ്ഥയുടെ ബാഹ്യ ലക്ഷണങ്ങളായി നമുക്ക് കണക്കാക്കാം. അതിന് പ്രധാനമായും നമ്മൾ പറയുന്ന 1-2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഒരു പ്രമേഹം വരാൻ സാധ്യതയുള്ള രോഗിയുടെ ശരീരത്തിന് അമിതമായി വണ്ണം വയ്ക്കുക. കഴുത്തിൽ കറുത്ത പ്രത്യേക രീതിയിലുള്ള രേഖകൾ പോലെ വരുന്ന അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന അവസ്ഥ വരിക. 3, ആർത്തവം ക്രമം തെറ്റി വരികയോ വരാതിരിക്കുകയോ ചെയ്യുക. ഓവറിയുടെ അൾട്രാസൗണ്ട് പരിശോധനയിൽ ഓവറിയിൽ സിസ്റ്റുകൾ ഉണ്ടാകുക. കൂടാതെ തൈറോയിഡിന്റെ പ്രവർത്തനം അല്പം കുറയുക. കൊളസ്ട്രോൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോളിന്റെ അളവ്, ട്രൈഗ്ലിസറൈഡ്, LDL എന്നിവ കൂടുക, HDL കുറയുക. ഈ ലക്ഷണങ്ങളെ എല്ലാം ചേർത്ത് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. അമിതവണ്ണം തീർച്ചയായും കുറച്ചു കഴിഞ്ഞാൽ ഇത് റിവേഴ്സ് ചെയ്യുന്നത് കാണാം. ഡയബറ്റീസിലോട്ടുള്ള പ്രോഗ്രഷൻ തടയുകയും ചെയ്യാം. ചുരുക്കത്തിൽ പ്രമേഹ രോഗം വരാൻ പോകുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന അവസ്ഥയാണ് ഈ പ്രീ ഡയബറ്റിസ് എന്നതും ഈ ശരീരലക്ഷണങ്ങളും പ്രത്യേകിച്ച് മെറ്റബോളിക് സിൻഡ്രോം എന്ന അവസ്ഥയും. ഈ അവസ്ഥയിൽ നമുക്ക് ശക്തമായ ഇടപെടൽ നടത്തി രോഗിയെ തിരിച്ച് പ്രമേഹത്തിനടുത്ത് എത്തിക്കാതെ മുന്നോട്ട് നയിക്കുവാൻ കഴിയും. ഇനി അടുത്ത് മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച കാണുന്നതുവരെ നന്ദി, നമസ്കാരം. നാളത്തെ പ്രധാന OP വിവരം. സർജൻ ഡോക്ടർ SK അജയകുമാർ, രാവിലെ 9 മുതൽ 12 വരെ. ENT ഡോക്ടർ അതുൽ കൃഷ്ണ, രാവിലെ 9 മുതൽ 12:30 വരെ. ഡോക്ടർ മോഹൻ കുമാർ, വൈകിട്ട് 5 മുതൽ 6:30 വരെ. ഫിസിക്കൽ മെഡിസിൻ വൈകിട്ട് 5 മുതൽ 6:30 വരെ. യൂറോളജി ഡോക്ടർ അരവിന്ദ് S ഗണപത്, വൈകിട്ട് 6 മുതൽ 7:30 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ്സിനും വിളിക്കൂ 9495472598 or 9072442098. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം: ടെസ്റ്റ് ട്യൂബ് ബേബി ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത് UK ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ടെസ്റ്റ് ട്യൂബ് ബേബി കണ്ടുപിടിക്കപ്പെട്ട് കേവലം 67 ദിവസങ്ങൾക്ക് ശേഷം അതുമായി ഒരു ബന്ധവുമില്ലാതെ ഭാരതത്തിലെ ഒരു ഡോക്ടർ സ്വയം പരീക്ഷിച്ച് ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് ലോകത്തോട് പറഞ്ഞു. പക്ഷേ അതല്പം താമസിച്ചു പോയത് കൊണ്ട് മാത്രം അത് രണ്ടാമത്തെ ആളായി മാറി. അദ്ദേഹത്തിന്റെ പേര് ഉത്തരങ്ങൾ യൂട്യൂബിൽ ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് കമന്റായി നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം കൊണ്ട് കേൾക്കൂ.